ഗുഡ് മോർണിംഗ് എവരും പ്രൈസ് എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ കുലുങ്ങി പോകത്തില്ല. സങ്കീർത്തനക്കാരനായ ഡേവിഡ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന, കർത്താവിനെ ഞാൻ എൻ്റെ മുമ്പിൽ എന്നും കാണുന്നു, അതുകൊണ്ട് അവനെൻ്റെ വലഭാഗത്താണ്, അതുകൊണ്ട് ഞാൻ ഒരിക്കൽ പോലും കുലുങ്ങി പോകുന്നില്ല. ഡേവിഡിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രശ്നത്തിൽ കൂടെ കടന്നുപോയ ഒരു വ്യക്തിയാണ്. പക്ഷെ അപ്പോഴെല്ലാം ദൈവം കൂടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം അല്ലെ, ഡേവിഡിന് ഒരാപത്തും പറ്റിയില്ല. ഡേവിഡ് ഇങ്ങനെയല്ല പറഞ്ഞിരിക്കുക, ഞാൻ കടന്നു ഉറങ്ങി, ദൈവം എൻ്റെ പിറ്റേ ദിവസം എഴുന്നേൽപ്പിച്ചു. കാര്യം എന്താണെന്ന് വെച്ചാൽ ദൈവം എൻ്റെ കൂടെ ഉണ്ട് അല്ലെ, ദൈവം എൻ്റെ സ്ട്രെങ്ത് ആണ്. അപ്പൊ ദൈവം നമ്മളുടെ കൂടെ ഉണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിന്റെ പ്രയോറിറ്റി ദൈവമാണെങ്കിൽ, നമ്മൾക്ക് ഒന്നിനെ പറ്റി ഓർത്ത് പേടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഹൃദയം കലങ്ങിപ്പോണ്ട യാതൊരു കാര്യമില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിന്റെ പ്രയോറിറ്റി ദൈവമായിരിക്കണം. നമ്മളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ദൈവത്തെ ആയിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യാത്ര ചെയ്യുന്ന ജീവിതത്തിന്റെ യാത്ര നമ്മൾ ചെയ്യുന്നത് ദൈവത്തെ എന്താ പറയുക, പ്രയോറിറ്റി ആക്കി നിർത്തിക്കൊണ്ട് അല്ല, ദൈവത്തിന് വേണ്ടി ഉള്ള ഒരു ജീവിതം ജയിക്കുമ്പോഴാണ്, അങ്ങനെയുള്ള വ്യക്തികൾക്കാണ് ദൈവം അവരുടെ സ്ട്രെങ്ത് ആയിട്ട് വരുന്നത്. അങ്ങനെയുള്ള വ്യക്തികൾ ഒരിക്കലും ഒരു കാരണവശാലും കുലുങ്ങി പോകുന്നവരായിരിക്കത്തില്ല. അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നമുക്കൊന്ന് പ്രാർത്ഥിച്ച ശേഷം സംസാരിക്കാം. കർത്താവ് സമയത്ത് നന്ദി പറയും. താങ്ക് യു ജീസസ് മാസ്റ്റർ കൂടെ അങ്ങയുടെ വചനത്തിനായിട്ട് നന്ദി പറയുന്നു. ഞങ്ങളോട് സംസാരിക്കുന്നതിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ കണ്ണുകൾ തുറക്കുന്നതിന് നന്ദി പറയുന്നു. കർത്താവെ, അങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രയോറിറ്റൈസ് ചെയ്യാനുള്ള കൃപ തരുന്നതിനായിട്ട് നന്ദി പറയുന്നു. താങ്ക് യു ജീസസ് മാസ്റ്റർ. ഓ ഹല്ലേലൂയ ഫാദർ. എല്ലാ പുകഴ്ചയും എല്ലാ ഗ്ലോറിയും മഹത്വവും എല്ലാം അങ്ങേക്ക് തന്നെ വരട്ടെ പിതാവേ. ഹോളി സ്പിരിറ്റ് ഗോഡ്, നന്ദി പിതാവേ, യേശുവിന്റെ നാമത്തിൽ ആമേൻ. നമുക്കിന്ന് അപ്പോസ്തല പ്രവൃത്തി 2 പോകാം. അപ്പോസ്തല പ്രവർത്തനം 2:25 തൊട്ട് 28 വാക്കുകൾ. ഇത് തന്നെ സങ്കീർത്തനം 16 പറഞ്ഞിരിക്കുക. 16:8 തൊട്ട് 11 വരെ വായിക്കുകയാണെങ്കിൽ നമുക്ക് സെയിം വാക്കുകൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പീറ്റർ കോട്ട് ചെയ്താണ് സങ്കീർത്തനം 16 നിന്ന് കോട്ട് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തുവിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ യേശുവിനെ പറ്റി പറയുന്നതല്ല, നമ്മൾക്കും വേണ്ടി കൂടിയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ബൈബിൾ മൊത്തം പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിനെ പറ്റിയാണ്. യേശു തന്നെ പറഞ്ഞാണ്, സ്ക്രിപ്ചറുകളെല്ലാം പറയുന്നത് യേശുവിനെ പറ്റി തന്നെയാണ്. അപ്പോൾ പോൾ നമ്മളോട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, പോൾ യേശുക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ നമ്മൾ പോളിനെ അനുകരിക്കുക. പക്ഷേ പോളിനെ അനുകരിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് യേശുവിനെ പോലെയായി തീരുക എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന. അങ്ങനെ തന്നെയായിരിക്കണം. അത് തന്നെയാണ് പിതാവിന്റെ ഇഷ്ടം, നമ്മളെ പറ്റിയുള്ള ഇഷ്ടവും അത് തന്നെയാണ്, യേശുവിനെ പോലെ ആയി തീരുക എന്നുള്ളത്. അപ്പോൾ പ്രവർത്തനം 2:25 തൊട്ട് 28 വരെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുന്നിൽ കണ്ടിരിക്കുന്നു. അവൻ എൻ്റെ വലഭാഗത്ത് ഇരിക്കിയാൽ ഞാൻ കുലുങ്ങിപ്പോകില്ല. അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ നാവും ആനന്ദിച്ച് എൻ്റെ ജഡവും പ്രത്യാശയോടെ വസിക്കും. നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല. നിന്റെ പരിശുദ്ധന് ദ്രവത്വം കാണാൻ സമ്മതിക്കുകയില്ല. നീ ജീവമാർഗങ്ങളെ എന്നോട് അറിയിച്ചു. നിന്റെ സന്നിധിയിൽ എന്നെ സന്തോഷം പൂർണ്ണമാക്കുന്നു എന്നു ദാവീദ് അവനെ കുറിച്ച് പറയുന്നുല്ലോ. അപ്പോൾ ഇത് ഇവിടെ പീറ്റർ പറയുവാണ്. നമുക്കൊരു പെന്തക്കോസ്തിന്റെ ദിവസം വന്നു കഴിഞ്ഞപ്പോഴേക്കും അന്ന് മാളികമുകളിൽ അല്ലെ, അപ്പർ റൂമിലിരുന്ന 120 പേരെ ഹോളി സ്പിരിറ്റ് ഗോഡ് അഭിഷേകം കൊണ്ട് നിറയ്ക്കുന്നു അല്ലെ. തീ പോലെയുള്ള നാക്ക് അല്ലെ അവരുടെ എല്ലാവരിലേക്കും വരുന്നു. അപ്പൊ ഇവർ അന്യഭാഷ സംസാരിക്കാൻ തുടങ്ങുന്നു. അപ്പൊ അന്ന് ജെറുസലേമിൽ ഉണ്ടായിരുന്ന ഡിപ്പോർട്ടഡ് ആയിട്ടുള്ള ആളുകൾ പല സ്ഥലത്തു നിന്ന്, ഇപ്പൊ റോമിൽ നിന്നുള്ളവരാണെങ്കിലും അറേബ്യയിൽ നിന്നുള്ളവരും ഏഷ്യയിൽ നിന്നുള്ളവരാണ് ഒരുപാട് പേരുണ്ടായിരുന്നു അല്ലെ. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാർ എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ അവരുടേതായിട്ടുള്ള തന്നെ ലാംഗ്വേജിൽ ഈ ഗലീലയിൽ നിന്നുള്ള പുരുഷന്മാർ സംസാരിക്കുന്ന കേട്ടിട്ട് വണ്ടടിച്ചു പോന്നു. ഇവര് പീറ്ററും കൂടെ ഉണ്ടായിരുന്നവരെല്ലാം ദൈവത്തെ വാഴ്ത്തുവാണ്. എന്താ പറയുക, അവർ ടങ് വഴി അല്ലെ, അന്യഭാഷ വഴി വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ വലിയൊരു അത്ഭുതമായിരുന്നു. ചില ആൾക്കാർ പറഞ്ഞു ആ സമയത്ത് ഇവര് രാവിലെ ആണെങ്കിൽ പോലും ഇവര് കുടിച്ചിട്ട് ഇങ്ങനെ ബോധമില്ലാതെ പറയുന്നതാണ്. പക്ഷെ അപ്പൊ പീറ്റർ എഴുന്നേറ്റ്, പീറ്ററും പിന്നെ ബാക്കി ഉണ്ടായിരുന്ന 11 അപ്പോസ്തലന്മാർ എഴുന്നേറ്റ് എന്ന് നടത്തുന്ന പ്രസംഗത്തിന്റെ ഭാഗമാണിത് അല്ലെ. അപ്പോ പിതാവിന്റെ ഇഷ്ടപ്രകാരമാണ് യേശുവിനെ ക്രൂശിലേറ്റിയതെന്നും പിതാവ് യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കുന്നു എന്നെല്ലാം പറയുവാണ്. അപ്പോ ദാവീദ് എഴുതിയിരിക്കുന്ന സങ്കീർത്തനത്തെ പറ്റി പറയാം. 16ാമത്തെ സങ്കീർത്തനത്തിലെ വാക്കുകളാണിത്. അപ്പോ ഇത് ദാവീദിനെ പറ്റിയല്ല എഴുതിയിരിക്കുന്നത്, യേശുവിനെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ അതിനെപ്പറ്റിയല്ല
ഇത്രയല്ല എനിക്ക് പറയാനുള്ളൂ. എനിക്ക് ഈ വാക്കുകളെ പറ്റിയാണ് 25ാമത്തെ വാക്കാ ശരിക്കും പറയാനുള്ളത്. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, "ഞാൻ കർത്താവിനെ എപ്പോഴും എന്റെ മുന്നിൽ കണ്ടിരിക്കുന്നു. അവൻ എന്റെ വലഭാഗത്ത് ഇരിക്കയാൽ ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ച് എന്റെ നാവ് ആനന്ദിച്ചു എന്റെ ജഡവും പ്രത്യാശയോടെ വസിക്കും." അപ്പൊ നമ്മൾ സങ്കീർത്തനം 16ലേക്ക് പോകുമ്പോൾ 8ാമത്തെ വാക്കിനെ പറഞ്ഞിരിക്കുന്നത്, "ഞാൻ കർത്താവിനെ എപ്പോഴും എന്റെ മുന്നിൽ വച്ചിരിക്കുന്നു. അവൻ എന്റെ വലഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോയില്ല." അപ്പൊ ദാവീദ് ഇങ്ങനെ പറയുക, ഞാൻ എന്റെ ദൈവമായ യഹോവ അല്ലെ ദൈവത്തെ എന്റെ മുന്നിൽ വെച്ചിരിക്കുന്നത് കൊണ്ട്, ഞാൻ എന്റെ കണ്ണുകൾ ദൈവത്തിലായിരിക്കുന്നത് കൊണ്ട്, ഞാൻ എന്താ പറയുക ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് കൊണ്ട് എന്റെ ജീവിതത്തെ ദൈവനെ പറ്റി പറയുന്നത് മാൻ ആഫ്റ്റർ ഗോഡ്സ് ഓൺ ഹാർട്ട്, ദൈവത്തിന്റെ ഹൃദയത്തിന് പുറകെ നടന്ന പുരുഷൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനൊരു ജീവിതമാണ് ഡേവിഡ് ചെയ്തത്. പക്ഷെ അപ്പൊ ഇടയ്ക്ക് ഒന്ന് തെറ്റിപ്പോയി അല്ലെ, ബേത്ശേബയുടെ കാര്യമൊക്കെ വന്നപ്പോഴേക്കും ഒന്ന് തെറ്റിപ്പോയി, പാവം വന്നുപോയി, അതൊക്കെ വാസ്തവം. പക്ഷെ എന്നാലും ജനറലി എടുത്ത് നോക്കുവാണെങ്കിൽ ഡേവിഡ് ദൈവത്തെ ഫോളോ ചെയ്ത വ്യക്തിയാണ് അല്ലെ. തന്റെ ജീവിതത്തെ ദൈവത്തിന്റെ ഹിതവുമായിട്ട് എപ്പോഴും എന്താ പറയുക അലൈൻ ചെയ്ത് ദൈവത്തിന്റെ ഹിതം എന്താണ് അതുമാത്രം ചെയ്ത് നടന്നിരുന്ന ഒരു വ്യക്തിയാണ് ഡേവിഡ്. അപ്പൊ ഡേവിഡ് ഇവിടെ പറയുവാണ് ഒരു വലിയൊരു മർമ്മം അല്ലെ. ഇങ്ങനെ ഇവിടെ പറയുക, "ഞാൻ കർത്താവിനെ എപ്പോഴും എന്റെ മുന്നിൽ കണ്ടിരിക്കുന്നു. അവൻ എന്റെ വലത്തുഭാഗത്ത് ഇരിക്കയാൽ ഞാൻ കുലുങ്ങിപ്പോകില്ല." അപ്പൊ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, ദൈവം നമ്മുടെ വലത്തുഭാഗത്ത് ഉണ്ടെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വലത്തുഭാഗത്ത് ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശക്തി, നമ്മുടെ വലങ്കൈയാണല്ലോ നമ്മുടെ ശക്തി. മിക്കവാറും ആൾക്കാർക്ക് വലങ്കയ്യന്മാരാണല്ലോ അല്ലെ. 99% ആൾക്കാരും വലങ്കയ്യന്മാര്. ഇടങ്കയ്യന്മാര് വളരെ കുറവാണുള്ള ആൾക്കാരാണ് അല്ലെ. വളരെ കുറച്ച് പേരുള്ളൂ ഇടങ്കൈക്ക് കൂടുതൽ കഴിവ് വലങ്കൈക്കാലുള്ള ആൾക്കാർ അല്ലെ. 99% ആൾക്കാർ ലോകത്തുള്ളവരെല്ലാം വലങ്കയ്യന്മാർ തന്നെയാണ്. അപ്പൊ ഇങ്ങനെ എന്റെ വലഭാഗത്തിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ശക്തിയാണ്, ദൈവം എന്റെ ശക്തിയാണ് അല്ലെ. അതുകൊണ്ട് ദൈവം എന്റെ ശക്തി ആയതുകൊണ്ട് ഞാൻ കുലുങ്ങി പോകില്ല എന്ന് പറഞ്ഞിരിക്കപ്പെട്ടു. ഡേവിഡിനെ സംബന്ധിച്ചിടത്തോളം ഡേവിഡൊക്കെ ഒരുപാട് പ്രശ്നത്തിൽ കൂടെ കടന്നുപോയ വ്യക്തിയാണല്ലോ അല്ലെ. അപ്പൊ അങ്ങനെയാകുമ്പോ ഇവിടെ പറയുക, ഡേവിഡ് ഒരു കാര്യം പറഞ്ഞു, "ഞാൻ കർത്താവിനെ എപ്പോഴും എന്റെ മുന്നിൽ വെച്ചിരിക്കുന്നു" അല്ലെ. അപ്പൊ 16ാമത്തെ സങ്കീർത്തനത്തില് ഡേവിഡ് ഇങ്ങനെ എഴുതിയതാണെങ്കിൽ ഇപ്പോൾ ഡേവിഡ് സ്വന്തം ജീവിതത്തെ പറ്റി ആണ് പറയുന്നെങ്കിലും, പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് ഇത് യേശു ക്രിസ്തുവിനെ പറ്റി പറയുന്നത് അല്ലെ. ഇത് എന്താ പറയുക, ഇത് പ്രോഫസിയാണല്ലോ. അപ്പൊ ഡേവിഡ് പ്രോഫസി ചെയ്യും. അപ്പൊ ഡേവിഡ് ഇങ്ങനെ തന്നെയാണ്. ഡേവിഡും തന്റെ മുമ്പില് പിതാവിനെയാണ് വെച്ചിരുന്നത്. എന്ന് വെച്ചാൽ തന്റെ ജീവിതത്തെ പിതാവിന്റെ ഹിതവുമായിട്ട് അലൈൻ ചെയ്ത് നിർത്തിയിരുന്നത് അല്ലെ. അതുപോലെ തന്നെ കർത്താവിനെ പറ്റി ഇവിടെ പറഞ്ഞിരിക്കുക, കർത്താവ് തന്റെ പിതാവായ ദൈവത്തിന്റെ വാക്കനുസരിച്ച് മാത്രം പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്തിരുന്നു അല്ലെ. ട്രിനിറ്റിയിൽ 2ാമത്തെ ആളാണെങ്കിൽ പോലും അല്ലെ, താനും ഗോഡ് ആണെങ്കിൽ പോലും അല്ലെ, അവർ രണ്ടും ഒന്നല്ലോ. ഹോളി സ്പിരിറ്റ് ഗോഡും പിതാവും പുത്രനും ഒന്നാണല്ലോ. എന്നിട്ട് പോലും തന്നെ 100% പിതാവിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് അല്ലെ. 14ാമത്തെ ചാപ്റ്റർ ജോണിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, "എന്നെ കാണുന്നവര് പിതാവിനെ കണ്ടിരിക്കുന്നു. ഞാൻ ഈ ചെയ്യുന്ന വർക്ക് അത് പിതാവ് അല്ലെ, ഞാൻ സംസാരിക്കുന്നത് എല്ലാം പിതാവ് എന്നിൽ വസിക്കുന്ന പിതാവാണ് ചെയ്യുന്നത്" എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് യേശു പറയുക, "എന്റെ ആത്മാവിനെയും എന്റെ ഇഷ്ടങ്ങളെയും എല്ലാം പിതാവിന്റെ കയ്യിലേക്ക് കൊടുത്തിരിക്കുകയാണ്. പിതാവാണ് എല്ലാം ചെയ്യുന്നത്. ഞാനിങ്ങനെ ഒരു വെസലായിട്ട് മാത്രം, ഞാനൊരു പിതാവിന്റെ കയ്യിൽ ഒരു ഇൻസ്ട്രുമെന്റ് മാത്രമായിട്ട് ഞാൻ ഇരിക്കുകയാണ് അല്ലെ. എന്റെ ജീവിതത്തെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കൊടുത്തിരിക്കുകയാണ്." എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശു ഇങ്ങനെ പറയും, "ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ദൈവത്തിന്റെ കയ്യിലേക്ക് എന്നെ തന്നെ സബ്മിറ്റ് ചെയ്തിരിക്കുന്നു" അല്ലെ. അപ്പൊ അങ്ങനെയാകുമ്പോ പിതാവിന്റെ ഹിതം മാത്രമാണ് എന്റെ ജീവിതത്തിൽ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ വഴി ഹോളി സ്പിരിറ്റ് ഗോഡ് ഇങ്ങനെ എഴുതിയിരിക്കുന്ന യേശുവിനെ പറ്റി, എന്റെ വലം ഭാഗത്ത് അല്ലെ, ജീസസിനെ പറ്റി പറയാം, എന്റെ വലം ഭാഗത്ത് ദൈവമാണ് ഉള്ളത്, അതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോയില്ല. അതുകൊണ്ട് തന്നെ എന്റെ ഹൃദയം സന്തോഷിച്ചു, എന്റെ നാവും ആനന്ദിച്ചു, എന്റെ ജഡവും പ്രത്യാശയോടെ വസിക്കും അല്ലെ. എന്റെ ഹൃദയം ആനന്ദിക്കട്ടെ, കാരണം ദൈവം എന്റെ കൂടെ ഉണ്ട് അല്ലെ. എത്രമാത്രം പ്രശ്നത്തിൽ കൂടെ യേശു ക്രിസ്തു കടന്നു പോയി എന്ന് വെച്ച് കഴിഞ്ഞാല്, അങ്ങനെ ഒരു യേശുവിന് സംഭവിച്ച പോലത്തെ യേശു അനുഭവിച്ച പോലത്തെ ഒരു യാതന അല്ലെ, അത്രയും വേദന ഒരു വ്യക്തി ഒരിക്കൽ പോലും അനുഭവിച്ചിട്ടില്ല. ലോകത്തിന്റെ മൊത്തം പാപം യേശുവിന്റെ തലയിലായിരുന്നു അല്ലെ. നമ്മളുടെ പുറത്ത് ആരെങ്കിലും നമ്മൾ ചെയ്യാത്തൊരു കുറ്റം ഒന്ന് എടുത്ത് വെച്ച് നോക്കട്ടെ, അപ്പൊ അറിയാം നമുക്ക് കാര്യം അല്ലെ. അപ്പൊ ഈ ലോകത്തിന്റെ മൊത്തം കുറ്റം, ലോകത്തിന്റെ മൊത്തം പാപം യേശുവിന്റെ തലയിലായിരുന്നു എന്ന് വിചാരിച്ചു നോക്കിയേ. ആ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോയപ്പോൾ അല്ലെ, തന്റെ സൃഷ്ടിയാൽ ഉപദ്രവിക്കപ്പെട്ടപ്പോ ഒന്ന് ഓർത്തു നോക്കി, താനാണ് ഓക്സിജൻ വരെ കൊടുക്കുന്നത്. ഈ ഉപദ്രവിക്കുന്ന ആൾക്കാർക്ക് ഭക്ഷണവും വസ്ത്രവും
ജീവിക്കാനുള്ള ഈ ഭൂമിയും ഓക്സിജനും ശ്വസിക്കാനുള്ള വായുവും എല്ലാം കൊടുക്കുന്നത് താൻ തന്നെയാണ്. എന്നിട്ടും തന്നെ ദ്രോഹിക്കുന്നു അല്ലെ? അപ്പൊ അങ്ങനെ ഒരു മാനുഷികമായിട്ട് നോക്കുവാണെങ്കിൽ അത്രയും വല്ലാത്തൊരു അവസ്ഥയിൽ കൂടെ പോയിട്ടും അല്ലെ, താൻ കുലുങ്ങി പോകത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിതാവ് തന്റെ വലഭാഗത്തുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിതാവ് തന്റെ ശക്തിയാണ്. പിതാവ് എങ്ങനെയാണ് യേശുവിന്റെ ശക്തിയായത്? യേശു കർത്താവിനെ എപ്പോഴും തന്റെ മുന്നിൽ കണ്ടിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് താൻ 16ാമത്തെ സംഘത്തിൽ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ പിതാവിനെ എപ്പോഴും എൻ്റെ മുന്നിൽ എൻ്റെ മുന്നിൽ വെച്ചിരുന്നു എന്ന് വെച്ചാല് ദൈവത്തിന്റെ ഹിതമാണ് താൻ ചെയ്തത് അല്ലെ. യേശു ക്രിസ്തു ചെയ്ത മൊത്തം പിതാവിന്റെ ഹിതമാണ് ചെയ്തത്. അപ്പൊ പിതാവിന്റെ ഹിതം ചെയ്യുന്ന ആൾക്കാരുടെ ശക്തിയായിട്ട് പിതാവ് കൂടെ ഉണ്ടായിരിക്കും എന്ന് ചുരുക്കം അല്ലെ. പിതാവ് ശക്തിയായിട്ട് കൂടെ ഉള്ളപ്പോൾ നമ്മൾക്ക് ഒന്നിനെ പറ്റി പേടിക്കേണ്ട കാര്യം നമ്മുടെ ഹൃദയം ആനന്ദിക്കും, എൻ്റെ നാവ് ആനന്ദിക്കുന്നു, എൻ്റെ ഹൃദയം സന്തോഷിക്കുന്നു, എൻ്റെ ജഡവും പ്രത്യാശയോടെ വസിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. ജഡം പ്രത്യാശയോടെ വസിക്കും എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ജഡത്തിന്റെ എന്തുള്ള പ്രത്യാശയുള്ളത്? റിസറക്ഷൻ, ഉയർത്തെഴുന്നേൽപ്പ് അല്ലെ. നമ്മള് ആ കാഹളത്തിന്റെ ധ്വനി വരുമ്പോൾ നമ്മളുടെ ജഡവും ഉയർത്തെഴുന്നേൽക്കും എന്നതിനെ പറ്റിയാ പറയുന്നത്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എന്താ പറഞ്ഞത്? നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കാം, നീ ജീവമാർഗങ്ങൾ എന്നോട് അറിയിച്ചു, നിന്റെ സന്നിധിയിൽ എന്നെ സന്തോഷപൂർണ്ണനാക്കും എന്നും ദാവീദ് അവനെ കുറിച്ച് പറഞ്ഞുല്ലോ. അപ്പൊ ഇതാണ് പ്രത്യാശ. എന്റെ ജഡം പ്രത്യാശയോടെ വസിക്കുന്നത് റിസറക്ഷൻ എനിക്കും ഉണ്ടാകും. പിന്നെ നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിട്ടുകളയാൻ, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കും. നീ എന്റെ പാതാളത്തിൽ വിട്ടുകളയത്തില്ല. യേശുക്രിസ്തു പാതാളത്തിൽ പോയി അവിടെ ദ്രവത്വം കാണുന്നതിന് വേണ്ടിയല്ല, ദ്രവിച്ചു തീരുന്നതിന് വേണ്ടിയല്ല, അഴുകി തീരുന്നതിന് വേണ്ടിയല്ല, പകരം ഹേഡീസിന്റെ പാതാളത്തിന്റെ മരണത്തിന്റെ കീ എടുക്കാൻ വേണ്ടിയാ പോയത് അല്ലെ. അപ്പൊ അത് എടുക്കുക തന്നെ ചെയ്തു. അപ്പൊ അങ്ങനെയാകുമ്പോ ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഈ ലോകത്തെ ജീവിതത്തിനും ഇനി വരാനിരിക്കുന്ന കാലത്തിലും അല്ലെ, അതിനും എല്ലാത്തിനുമുള്ള സ്ട്രെങ്ത് നമുക്ക് കിട്ടുന്നെന്ന് വെച്ചാൽ നമ്മൾ അതിനുവേണ്ടി ഒരുക്കുന്നതും വിക്ടോറിയസ് ആക്കി തീർക്കുന്നതും എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പിതാവ് നമ്മുടെ വലഭാഗത്തുള്ളപ്പോൾ, കർത്താവ് എപ്പോഴും നമ്മുടെ മുമ്പിൽ ഉള്ളപ്പോൾ അല്ലെ. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുക, ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുന്നിൽ കണ്ടിരിക്കുന്നു. യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. സങ്കീർത്തനക്കാരൻ പ്രോഫസി ആയിട്ട് പറയും യേശുവിനെ പറ്റി അല്ലെ. ഇങ്ങനെ പറയുക, എന്താ ഇപ്പൊ ഡേവിഡ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അല്ലെ. ഇവിടെ പ്രോഫസി ആയിട്ട് പറയും യേശു ക്രിസ്തുവിനെ പറ്റി, ഞാൻ എൻ്റെ ദൈവത്തെ എൻ്റെ മുന്നിൽ വെച്ചു. അപ്പൊ എൻ്റെ മുന്നിൽ വെച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിന്റെ പ്രയോറിറ്റി, എൻ്റെ ജീവിതത്തിന്റെ പ്രാധാന്യം മൊത്തം അവനായിരുന്നു. അവന്റെ ഹിതത്തിനനുസരിച്ചാണ് ഞാൻ എൻ്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയത് അല്ല. അവൻ എന്താണ് ഞാൻ ചെയ്യേണ്ടത് അതനുസരിച്ചാണ് ഞാൻ ചെയ്തത്. എൻ്റെ ജീവിതത്തെ കംപ്ലീറ്റ് ആയിട്ട് പിതാവിന്റെ കയ്യിലേക്ക് കൊടുത്തിരിക്കുവാൻ ഞാൻ സബ്മിസീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ ഒബീഡിയന്റ് ആയിട്ടുള്ള ഞാൻ അനുസരണയുള്ള ഒരു വ്യക്തിയാണ്. ദൈവം പറഞ്ഞതിന് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കോ ഞാൻ ചലിച്ചിട്ടില്ല. അതന്നെ യേശു പറയുന്നു അല്ലെ. അപ്പോ അങ്ങനെയാകുമ്പോ ദൈവത്തിന്റെ ജോയ് ഓഫ് ദ ലോർഡ് ഇസ് മൈ സ്ട്രെങ്ത് എന്നാണ് പറഞ്ഞത്. നെഹമ്യാവ് വഴി 8ാമത്തെ ചാപ്റ്റർ 10ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അല്ലെ. യഹോവയെങ്കിലും സന്തോഷം നിങ്ങളുടെ ബലമാകുന്നു. ജോയ് ഓഫ് ദ ലോർഡ്, ദൈവത്തിന്റെ സന്തോഷം നമ്മുടെ ബലമാകുന്നു പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ ദൈവം നമ്മളോട് പറയുന്ന ഒരു വലിയൊരു മർമ്മപ്രധാനമായ ഒരു കാര്യം ഇതാ, കർത്താവിനെ എപ്പോഴും നമ്മുടെ മുന്നിൽ കണ്ടിരുന്നാൽ അല്ലെ, കർത്താവിനെ എപ്പോഴും നമ്മുടെ മുന്നിൽ വെച്ചിരുന്നത്. കർത്താവ് എന്ന് വെച്ച് കഴിഞ്ഞാല് കർത്താവിനെ എന്താ പറയുക, ഹിതവുമായിട്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ അലൈൻ ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ അല്ലെ, ദൈവത്തിന്റെ ഹിതവുമായിട്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ അലൈൻ ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ പ്രാധാന്യം മൊത്തം ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ നമ്മളുടെ ജീവിതത്തിന്റെ സ്ട്രെങ്ത് ആയിട്ട് നമ്മുടെ പിതാവ് കൂടെ ഉണ്ടായിരിക്കും. അങ്ങനെയാകുമ്പോൾ നമ്മൾ ഒന്നിനെ പറ്റി വിഷമിക്കേണ്ട കാര്യം, നമ്മുടെ ഹൃദയം സന്തോഷിക്കും. ഈ ലോകത്തിൽ നമ്മൾ കുലുങ്ങി പോകത്തില്ല. ഒന്നിനും വന്നാലും എന്ത് വന്നെന്ന് പറഞ്ഞാൽ, എന്ത് മഹാമാരി ലോകത്തിൽ നമ്മുടെ അടുത്തേക്ക് വന്നെന്ന് പറഞ്ഞാൽ നമ്മൾ കുലുങ്ങി പോകത്തില്ല. കാരണം നമ്മുടെ പടകിൽ അവനുണ്ട്, നമ്മുടെ കൂടെ ഉണ്ട് അല്ലെ. അല്ലാതെ നമ്മൾ എന്തിനെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയാണ് നമ്മൾ യേശുവിനെ ഫോളോ ചെയ്യുന്നെങ്കിൽ അവിടെ ദൈവത്തിന്റെ കരുണ ദൈവം എന്നും കാണിക്കുന്നതാണ്. പക്ഷെ ദൈവത്തിന്റെ ഒരു മനസ്സ്, ഹൃദയം നമ്മുടെ കൊണ്ട് ഉണ്ടായിരിക്കും എന്ന് നമുക്ക് ഒരിക്കൽ പോലും പറയാൻ സാധിക്കത്തില്ല അല്ലെ. നമ്മളുടെ എന്താ പറയുക, നമ്മുടെ കാര്യനേട്ടത്തിന് വേണ്ടി ദൈവത്തെ ഇങ്ങനെ വർഷിപ്പ് ചെയ്യുന്നവരും ഫോളോ ചെയ്യുന്നവരും ആയിരിക്കട്ടെ. യേശു ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് 40ാമത്തെ സങ്കീർത്തനത്തില് യേശുവിനെ പറ്റി പിന്നെ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പ്രോഫസി ചെയ്തിരിക്കുന്ന 40ാമത്തെ സങ്കീർത്തനത്തിന്റെ 6-7 ഒക്കെ വായിക്കുമ്പോ ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, ഹനനയാഗവും ഭോജനയാഗവും നീ ഇച്ഛിച്ചില്ല, നീ ചെവികളെ എനിക്ക് തുളച്ച് ഇരിക്കുന്നു, ഹോമയാഗവും പാപയാഗവും നീ ചോദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തകച്ചുള്ളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. എൻ്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ
പ്രിയപ്പെടുന്നു. നിന്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നു. അപ്പൊ യേശുവിനെ പറ്റിയാ പറഞ്ഞിരിക്കുന്നത്. ബാൻഡ് ഓഫറിങ് സിൻ ഓഫറിങ്സ് ഒന്നും ദൈവം ചോദിച്ചിട്ടില്ല അല്ലെ. അതിനെപ്പറ്റി ഒന്നും ദൈവം ഇച്ഛിച്ചിട്ട് പോലും ഒരു ഓഫറിങ്ങിനെ പറ്റിയോ ഒന്നും ദൈവം ഒരിക്കൽ പോലും ഇച്ഛിച്ചിട്ടില്ല. ദൈവത്തിന് വേണ്ടത് അനുസരിക്കുന്ന ഒരാളെ. അപ്പൊ യേശു ക്രിസ്തു ഇങ്ങനെ പറയുവാണ് അല്ലെ. ഹോളി സ്പിരിറ്റ് ഗോഡ് സങ്കീർത്തനക്കാരൻ വഴി യേശുവിനെ പറ്റി പറയൂ. എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്? ഞാൻ ഇതാ വരുന്നു, എന്റെ പുസ്തകച്ചുള്ളിൽ എന്നെ പറ്റി എഴുതിയിരിക്കുന്നു. ദൈവമേ, അങ്ങയുടെ ഇഷ്ടം ചെയ്യാൻ ഞാൻ പ്രിയപ്പെടുന്നു അല്ലെ. ഞാൻ ഡിലൈറ്റഡ് ആണ് അങ്ങയുടെ ഇഷ്ടം ചെയ്യുന്നതിന് വേണ്ടി. അങ്ങയുടെ ഇഷ്ടം ചെയ്യുക എന്നുള്ളതാണ് എന്റെ താല്പര്യം അല്ലെ. ഞാൻ പ്രിയപ്പെടും. ഞാൻ വളരെയധികം താല്പര്യമാണ് എനിക്ക് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നതിന് വേണ്ടി അല്ലെ. അങ്ങയുടെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിലുണ്ട്. അങ്ങയുടെ വചനം എൻ്റെ ഉള്ളിലുണ്ട്. അങ്ങയുടെ ഇഷ്ടം വചനം അനുസരിച്ച് ജീവിക്കുന്നതിനാണ് എനിക്ക് താല്പര്യം. വചനം ഫുൾഫിൽ അതാണ് എൻ്റെ താല്പര്യം. അങ്ങയുടെ ഹിതം ചെയ്യുന്നതിന് വേണ്ടി, അങ്ങയുടെ ഇഷ്ടം ചെയ്യുന്നതാണ് എൻ്റെ താല്പര്യം. എൻ്റെ ജീവിതത്തിന്റെ ഡിസയർ തന്നെ എന്താണ്, എൻ്റെ ജീവിതത്തിന്റെ ഡിലൈറ്റ് എന്ന് പറഞ്ഞാലും അത് തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളാണ് ദൈവം നോക്കുന്നത്. അല്ലാതെ നമ്മുടെ കാര്യസാധ്യത്തിനായിട്ട് ദൈവത്തിന്റെ അടുത്തേക്ക് വരുന്ന വ്യക്തികളല്ല. നമുക്കറിയാം 6-ാമത്തെ ചാപ്റ്റർ ജോണിന്റെ 6-ലേക്ക് പോകുമ്പോൾ നമുക്കറിയാൻ പറ്റും, യേശു ക്രിസ്തു 5000 പുരുഷന്മാരെ ഭക്ഷണം കൊടുക്കുന്നു അല്ലെ. 5 അപ്പവും 2 ഫിഷും കൊണ്ട് 5000 പുരുഷന്മാരെ പിന്നെ ബാക്കി വരുന്ന സ്ത്രീകളെ എല്ലാം ഫീഡ് ചെയ്യുന്ന കാര്യത്തെ പറ്റി നമുക്കറിയാം. അപ്പൊ അതിനുശേഷം ഇവരെന്താ ചെയ്തത്? പിന്നെ യേശുവിനെ ഫോളോ ചെയ്യുമ്പോൾ യേശു ക്രിസ്തു തന്നെ പറയുക, നിങ്ങളിപ്പോ എന്നെ ഫോളോ ചെയ്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്ത സൈൻ അല്ലെ, അതൊന്നും കണ്ടിട്ടൊന്നുമല്ല. പകരം നിങ്ങളുടെ വയറ് ഫുള്ളായി അല്ലെ. നിങ്ങള് നശിച്ചു പോകുന്ന അപ്പത്തിനായിട്ട് നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ നിങ്ങൾ എന്താ പറയാ, നാശമില്ലാത്തതിനായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യും അല്ലെ. ഇറ്റേണൽ ലൈഫിലേക്ക് നിങ്ങൾ കൊണ്ടുപോകുന്ന തരത്തിലുള്ള ഭക്ഷണത്തിനായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യും. അപ്പൊ അവിടെ കൂടി അന്ന് ജനം ചോദിക്കുന്നത് എന്താണ് വർക്ക് എന്ന് പറയുമ്പോൾ യേശുക്രിസ്തു പറയും, എന്നെ വിശ്വസിക്കുക എന്നുള്ളതാണ് വർക്ക് അല്ലെ. യേശുവിനെ വിശ്വസിക്കുക എന്നും ഉള്ളതും യേശുവിന്റെ വഴി കൂടെ നടക്കുക എന്നുള്ളതാണ് വർക്ക് അല്ലെ. സമരിയക്കാരിയായ സ്ത്രീയായിട്ട് യേശുക്രിസ്തു സംസാരിച്ചുകൊണ്ടിരുന്നതിന് ശേഷം അപ്പോൾ ആ സമയത്ത് പീറ്ററും ജെയിംസും ജോണും ഒക്കെ ഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടി സെറ്റിലേക്ക് പോയിരിക്കുമല്ലോ. അപ്പോൾ അവർ ഭക്ഷണമായിട്ട് വരുന്ന കാണുമ്പോൾ വന്നു കഴിയുമ്പോഴേക്കും അവര് യേശുവിനോട് ഭക്ഷണം കഴിക്കാൻ പറയുമ്പോൾ യേശു പറഞ്ഞു, ഇല്ല, എനിക്ക് ഉണ്ട് കാര്യങ്ങൾ, എനിക്ക് ഉണ്ട് ഭക്ഷണം ഉണ്ടെന്ന് പറയും. അപ്പൊ ശിഷ്യന്മാര് വിചാരിക്കുവോ ആരെങ്കിലും കൊണ്ട് ഭക്ഷണം കൊടുത്തിട്ടുണ്ടാക്കി. അപ്പൊ യേശു പറയോ, അല്ല, പിതാവിന്റെ വർക്ക് ചെയ്യുന്നതാണ് എന്റെ ഭക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എല്ലാവർക്കും ഭക്ഷണം കഴിക്കാൻ വലിയ ഇഷ്ടം അല്ലെ. ബിരിയാണി കഴിക്കാനും കുഴിമന്തി കഴിക്കാനൊക്കെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം, വളരെയധികം ഇഷ്ടമാണ്. അപ്പൊ യേശു പറയും, എനിക്ക് ജീവിതത്തിൽ എന്തിനേക്കാളും ഇഷ്ടം എന്ന് പറഞ്ഞാല് പിതാവിന്റെ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് അല്ലെ. പിതാവിന്റെ ഹിതം ചെയ്യുന്ന, പിതാവിന്റെ ഇഷ്ടം നിവർത്തിക്കുന്നതാണ് എന്റെ ഏറ്റവും വലിയ പ്രിയകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുവിനെ സംബന്ധിച്ചുള്ള യേശുവിന്റെ ജീവിതം പിതാവിന്റെ ഹിതവുമായിട്ട് 100% എന്താ പറയുക അലൈൻഡ് ആയിരുന്നു അല്ലെ. പിതാവിന് എന്ത് ചെയ്യണോ അത് മാത്രമേ പുത്രൻ ചെയ്യത്തുണ്ടായിരുന്നുള്ളൂ. അങ്ങനത്തെ ഒരു ജീവിതമായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് പുത്രൻ ഇങ്ങനെ പറയാൻ പറ്റുന്നത്, പിതാവിന്റെ വലഭാഗത്താണ്, അതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകത്തില്ല. എത്ര വലിയ പ്രതിസന്ധിയുടെ നടുക്കും ഞാൻ കുലുങ്ങിപ്പോകത്തില്ല എന്ന് പറയാനുള്ള കാരണം എന്താ? അതന്നെയല്ലേ എന്റെ ശരീരം, എന്റെ ജഡം അല്ലെ, അത് ആനന്ദിക്കും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് റെസ്റ്റ് ചെയ്യും പീസ്ഫുൾ ആയിട്ട്. കാര്യം എന്ന് വെച്ചാല് എന്നെ മരണത്തിന് വിട്ടുകൊടുക്കത്തില്ല അല്ലെ. എന്നെ അഴുകാൻ ഹേഡീസില് പാതാളത്തിൽ അഴുകിപ്പോകാൻ എന്റെ പിതാവിനെ സമ്മതിക്കത്തില്ല. കാരണം എന്റെ ജീവിതം കംപ്ലീറ്റ്ലി ഞാൻ എന്റെ പിതാവിന്റെ കയ്യിലേക്ക് കൊടുത്തതാണ്. എന്നെ ജീവന്റെ വഴി കൂടെ അവൻ നയിക്കും. അപ്പൊ അങ്ങനെ നമ്മളെ ജീവന്റെ വഴി കൂടെ നയിക്കണമെങ്കിൽ ഈ ലോകത്തിലെ എന്ത് കാറ്റും കോളും ഉണ്ടായിക്കോട്ടെ, അതിന്റെ നടുക്ക് നമുക്ക് അനങ്ങാതെ നിൽക്കണമെങ്കിൽ, നമുക്ക് ശക്തിയോടെ നിൽക്കണമെങ്കിൽ അല്ലെ, നമ്മുടെ ജീവിതത്തിൽ റെസ്റ്റ് വേണമെങ്കിൽ, നമുക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ ഒരൊറ്റ കാര്യം മാത്രം ചെയ്താൽ മതി. പിതാവിന്റെ കയ്യിലേക്ക് നമ്മുടെ ജീവനെ കൊടുത്തുകൊണ്ട് പിതാവ് എന്താണോ പറയുന്നത് അതനുസരിച്ച് ജീവിക്കുക. അതിന് നമ്മൾ താല്പര്യം ഉള്ളവരാണെങ്കിൽ ദൈവത്തിന്റെ ജോയ്, ദൈവത്തിന്റെ സന്തോഷമായിരിക്കും നമ്മുടെ ബലം. അങ്ങനെയാകുമ്പോൾ ഒന്നിനും നമ്മളെ കുലുക്കാൻ സാധിക്കത്തില്ല. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. പിതാവ് എന്ത് പറയുന്നു, മകൻ എന്ത് പറയുന്നു, അതനുസരിച്ച് മാത്രം ജീവിക്കുന്ന വ്യക്തികളായിരിക്കും. നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ കണ്ടമാനം ജീവിതങ്ങളൊന്നും ഇല്ലല്ലോ, ഒരു ജീവിതമല്ലേ ഉള്ളൂ. അപ്പൊ അത് നമുക്ക് നഷ്ടപ്പെടുത്തി കളയാതിരിക്കാൻ ശ്രമിക്കാം. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. ദൈവം നമ്മളുടെ ദൈവത്തിന്റെ ജീവിതമായിട്ട് നമുക്ക് ദൈവത്തിന്റെ ബില്ലുമായിട്ട് നമുക്ക് അലൈൻ ചെയ്യാം അല്ലെ. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്താം. കർത്താവെ, സമയത്ത് നന്ദി പറയുന്നു കർത്താവെ, അങ്ങയുടെ കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു കർത്താവ്. ലോട്ട് പറഞ്ഞു ഞങ്ങൾ എന്ത് ചെയ്താലും അത് അങ്ങേക്ക് ഗ്ലോറി കൊണ്ടിരുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കട്ടെ കർത്താവ്. ഞങ്ങൾക്കതായിട്ട് ഒരു ബില്ലും കാര്യങ്ങളും ഒന്നും വേണ്ട കർത്താവ്. ലോട്ട് പറഞ്ഞു
ഞങ്ങളുടേതായിട്ടൊരു അഭിപ്രായങ്ങളോ ഡിസയറുകളോ ഇച്ഛകളോ അങ്ങനെ വാഞ്ചകളോ ഒന്നും വേണ്ട കർത്താവ്. അങ്ങ് മാത്രമായിക്കട്ടെ ഞങ്ങളുടെ ഇച്ഛ എന്ന് പറഞ്ഞ് അങ്ങ് മാത്രമായിട്ടേക്ക് ഞങ്ങളുടെ ജീവിതം സന്തോഷവുമെല്ലാം. താങ്ക് യു ജീസസ് മാസ്റ്റർ. പ്രൈസ് ആൻഡ് വർഷിപ്പ് മാസ്റ്റർ. താങ്ക് യു ലോർഡ് ഗോഡ് ഓൾമൈറ്റി മാസ്റ്റർ ഗോഡ്. ഞങ്ങളോട് സംസാരിച്ചിട്ട് നന്ദി പറയുന്നു. അങ്ങേനെ സ്നേഹിക്കാനുള്ള ഹൃദയം ഞങ്ങൾക്ക് തന്നെ അപേക്ഷിക്കുന്നു യേശുവിൻ നാമത്തിന്. അങ്ങേനെ മാത്രം സ്നേഹിക്കാനും അങ്ങോട്ട് എന്നെന്നും ഫെയ്ത്ത്ഫുൾ ആയിരിക്കാനുള്ള ഹൃദയം ഞങ്ങൾക്ക് തന്നെ യേശുവിൻ നാമത്തിന്. ആമേൻ. ഇത് കേട്ടതിന് നന്ദി. ദൈവത്തിനാമത്തെ മഹത്വം ഉണ്ടാകട്ടെ.